ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിന്ന് പുണർദം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യം വന്നിരിക്കുന്നത് 9 ഓഫ് സ്വാർഡ്സ് റിവേഴ്സിലാണ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാസ്റ്റിൽ, അതായത് ഈ അടുത്ത കാലത്ത് കുറച്ചൊരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത്. അത് ബാക്കിയുള്ള കാർഡ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരുന്നു എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ആക്ച്വലി പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ്, ഇത് അനലൈസ് ചെയ്തോ, അയ്യോ പ്രശ്നമാവോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അനാലിസിസ് ലീഡ്സ് ടു പാരാലിസിസ് എന്ന് പറയുന്ന പോലെ, ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങൾ അനലൈസ് ചെയ്ത് അങ്ങനത്തെ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു നിങ്ങൾ കുറച്ച് കാലമായിട്ട് എന്നാണ് നമുക്ക് ഈ 9 ഓഫ് സ്വാർഡ്സ് റിവേഴ്സിൽ വന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയണത്. നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇമോഷണലി കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലിയുടെയൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത സമയമാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത്. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ വല്ല ബാങ്ക് ലോൺ ആയിരിക്കാം. നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ ഉള്ളൊരു കാരണമാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ തീരെ വിശ്വസിക്കുന്നില്ല. നിങ്ങളെപ്പോഴും ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ യാതൊരു കോൺഫിഡൻസും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട്. അത് മാറ്റിവെക്കാതെ രക്ഷയില്ല. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് സ്വാർഡ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനെയോ ഒന്നിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ഒരു എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആയിരിക്കാം, ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തോ ഒരു സംഭവത്തിനെ നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേഞ്ചിനെ നിങ്ങൾ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ ചേഞ്ച് വേണ്ട എന്നുള്ളൊരു തോന്നൽ, നിങ്ങളുടെ ആങ്സൈറ്റിയുടെയൊക്കെ റീസൺ അത് തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് ഇന്നെവിറ്റബിളാണ്. അതിലൂടെ കടന്നു പോകാതെ നിങ്ങൾക്ക് രക്ഷയില്ല. അത് ആക്സെപ്റ്റ് ചെയ്യണമാണ് നല്ലത് എന്നാണ് നമുക്ക് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. അടുത്തത് ടെമ്പറൻസ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് മാറേണ്ട സമയമായി. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കോൺഷ്യസ് ആയിട്ട് മാറ്റേണ്ട, നിങ്ങളൊരു ഡിസിപ്ലിൻഡ് അല്ലാണ്ടാണ് കുറച്ച് കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വളരെ ഡിസിപ്ലിൻഡ് ആവണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം, ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് സ്വാർഡ്സ്, അതും റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു യാത്രയോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നേരത്തെ വന്ന കാർഡ്സൊക്കെ ആയിട്ട് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ട്. ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് സിറ്റുവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ചേഞ്ച് നിങ്ങൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ച് നിങ്ങൾക്ക് അത് ഇന്നെവിറ്റബിളാണ്. അത് ചേഞ്ച് ചെയ്യാതെ നിവർത്തിയില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ഒന്ന് ആലോചിക്കേണ്ട ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു യാത്ര പോവുകയോ, അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യണം. എന്നിട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിക്കണം. ഒന്ന് ഇരുന്ന് ആലോചിക്കേണ്ട സമയമാണിത്. നല്ലോണം ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കണം. അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. അത് മാറാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെയായിരിക്കും പ്രീവിയസ്ലി വന്ന കാർഡ്. നിങ്ങൾ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുക ഒക്കെ വന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പുണർദം നക്ഷത്രത്തിൻ്റെ റീഡിംഗ്, ഈ മാസത്തെ റീഡിംഗ്. അപ്പോൾ ഹോപ്പ് യു എൻജോയ്ഡ്. താങ്ക് യു വെരി മച്ച്.